അപ്പോൾ ഈ ഡിസംബർ ആകുമ്പോൾ 40 വർഷമാകും. ആൾക്കാരെ ഒക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാലെന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയണത് ഒരു കത്തോലിക്ക കുടുംബത്തിലെ ജനിക്കാൻ ദൈവം അനുവദിച്ചതിന്. ദിവ്യകുർബാനയും പരിശുദ്ധ അമ്മയുടെ ടാൻജിബിൾ പ്രസൻസാണ്. ജനങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ തൊടാൻ പറ്റുമോ? ഹൗ ക്യാൻ ബി ടച്ച്ഡ്? എൻ്റെ അന്വേഷണവും പ്രാർത്ഥനയും എല്ലാം ഈ കാര്യമായിരുന്നു. ലോകത്തിലുള്ള മനുഷ്യർ ദൈവാനുഭവത്തിന് വേണ്ടി എന്തെല്ലാം ഹിമാലയ സ്ഥാനങ്ങളിലൊക്കെ യുഗങ്ങൾ തപസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ വെരി സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. അടുക്കളയിൽ ചപ്പാത്തിയൊക്കെ ചുട്ട് ഈശോയ്ക്ക് കൊടുത്ത സ്ഥലത്ത് പോയിരിക്കണം കുറേ നേരം. അമ്മയുടെ അടുക്കള, അമ്മ വെച്ച അടുക്കളയും അമ്മ വെള്ളം കോരിയ കിണറും ഒക്കെ അതിമനോഹരമാണ്. ഞാൻ അവിടെ ഒരു 4-5 ജപമാല ചൊല്ലിയിട്ടുണ്ട് അവിടെ ഇരുന്ന്. കർത്താവ് മുട്ടുകുത്തി ആ സ്ഥലത്ത് മുട്ടുകുത്തി. ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണ സമയത്ത് നമ്മൾ ദൈവമായിട്ട് ഇൻടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനസ്സിലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ തിരിച്ചു പോരണ രാത്രിയിൽ അമ്മ നേരിട്ട് വന്ന ആ 4 വിരൽ കൊണ്ടുവന്ന് എൻ്റെ വായിലിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് പാവപ്പെട്ടവൻ്റെ വിശ്വാസത്തെ ഞാൻ ഭയങ്കരമായിട്ട് മാനിക്കുന്ന ഒരാളാണ്. അമ്മയുടെ പ്രതിഷ്ഠ ഉള്ള ഒരു ദേവാലയത്തിലെ ആ ദേവാലയം കുടികൊള്ളുന്ന തുമ്പോളി എന്ന സ്ഥലത്ത് ജനിക്കാൻ കഴിയണത് തന്നെ ദൈവം നമുക്ക് നൽകിയ ഒരു വരദാനമാണ്. 10,000 പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാർത്ഥിച്ച് വിശുദ്ധമായൊരു മണ്ണിൽ ജനിക്കാൻ കഴിയണതും കല്യാണം കഴിച്ച് വരാൻ കഴിയണതും ദൈവം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹത്തിൻ്റെ കയറെ പിടിച്ച് കയറാൻ നോക്കണം.